അല്ലാഹുവിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് മനസ്സ് മുഴുവനും അല്ലാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് എന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇനി എന്റെ മനസ്സിലൊരു തെറ്റായ്മയില്ല, എന്റെ മനസ്സിലൊരു തെറ്റില്ല. എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിരിക്കുന്നുവെന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് വേണം ഈ സദസ്സിലിരിക്കേണ്ടത്. ആരുടെ മനസ്സിലും ഒരു കിബർ വേണ്ട, അഹങ്കാരം വേണ്ട, അസൂയ വേണ്ട, കുശുമ്പ് വേണ്ട. എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ക്ലീൻ. കാരണം പരിശുദ്ധമാർന്ന ഖുർആനിന്റെ സദസ്സാണ്. ഖുർആൻ എന്നൊരു പ്രഭാഷണം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായി, നമുക്ക് ആവശ്യമായ, നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ ഉള്ളിലേക്ക് എടുത്തു കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ മറന്നു പോകുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പോലും അത് ചിന്തിക്കുന്നില്ല, നമ്മൾ പോലും ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ദുനിയാവില് നമ്മൾ ജനിച്ചു വീണു, ഇനിയൊരു മരണമുണ്ടെന്നുള്ളൊരു ബോധം നമുക്കില്ല. അതുണ്ടായിരുന്നെങ്കിൽ തിരു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മനസ്സിന്റെ കറമായിക്കണമെങ്കിൽ ഒന്ന് പരിശുദ്ധമാർന്ന ഖുർആൻ പാരായണം ചെയ്യലാ. രണ്ടാമത്തെ മരണത്തെ ഓർക്കലാണ്, ഖബറിനെ ഓർക്കലാണെന്ന് തിരു ഹബീബേ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന യമലി നിവാസികളെ, നമ്മുടെ മനസ്സിന്റെ കറയെത്രയാണ്, കൂടാരങ്ങളിൽ നിന്ന് കൂടിയിരിക്കുന്ന കറകളല്ലേ. ഹറാമ് ചെയ്തവരാണ്, നിസ്കാരം ഖളാ ആക്കിയവരാണ്. ഓരോ തെറ്റുകൾക്കും ഓരോ മനുഷ്യന്റെ കൽബില് ഓരോ കറുത്ത പുള്ളി വീഴുകയാണ്. ഓരോ മനുഷ്യന്റെയും കൽബില് കറുത്ത പുള്ളി ഉറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ അതെന്ത് ചെയ്യുകയാണ്? പിന്നെ അത് ഉറച്ചു പോവുകയാണ്. അതിലൊരു വെള്ളം ഒഴിച്ചാൽ പോലും അത് മായാത്ത രീതിയിലുള്ള അത്രയും അധികം കട്ടിപിടിച്ചിരിക്കുകയാണ് ഓരോരുത്തരുടെയും. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് വ്യഭിചാരം അധികരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് ചിന്തിക്കുന്നില്ല, ഞാൻ മരിക്കേണ്ടവരാണ്, എനിക്ക് മരണമുണ്ട്. അത് ഇന്നത്തെ നിവാസികൾ ചിന്തിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മമാരെ, കള്ളിലും മദ്യത്തിലും വ്യഭിചാരിക്കും വേണ്ടി ഇന്നേ മുസ്ലിം സമുദായം കൂട്ടി നിൽക്കുമായിരുന്നില്ല. കള്ളല്ലേ വേണ്ടത്, പെണ്ണല്ലേ വേണ്ടത്. കൂത്താടി തന്റെ കൂട്ടുകാരോടുകൂടി കൂത്താടി നമ്മൾ നടന്നപ്പോ മരണത്തെ ഓർമ്മയില്ല, നമുക്ക് മരണത്തെ കുറിച്ച് ചിന്തിച്ചില്ല. എന്താണ് ഖുർആൻ പറയുന്നത്, എന്താണ് ഹദീസ് പറയുന്നത്, അതുപോലും മനസ്സിലാക്കാതെ പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് എന്റെ നിവാസികളെ നമ്മൾ നടന്നെങ്കിൽ പരിശുദ്ധമാർന്ന ഖുർആനിന്റെ വാക്യങ്ങളൊന്ന് എടുത്തു നോക്കിയേ. പരിശുദ്ധമാർന്ന അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ അത്ഭുതങ്ങളുടെ കലവറ എന്നറിയപ്പെട്ട ഒരു വലിയ, ഇന്ന് നമ്മൾ ലോകം എന്ന് തന്നെ പറയാ, ഒരു വിശദീകരിച്ചൊരു ലോകം തന്നെ എന്ന് നമുക്ക് പറയാ. ആ പരിശുദ്ധമാർന്ന ഖുർആനിനെ കുറിച്ച് പറയുമ്പോ ബഖറ എന്ന് തുടങ്ങി നാസ് എന്ന് അവസാനിക്കുന്ന പരിശുദ്ധമാർന്ന ഖുർആൻ ഉണ്ടല്ലോ, എന്തൊരു വലിയ അത്ഭുതത്തിന്റെ മഹാ അത്ഭുതമാണ്. ബഖറ എന്നത് പശു കൊണ്ട് തുടങ്ങി നാസ് എന്ന് അവസാനിക്കുന്ന മനുഷ്യരിലേക്ക് അവസാനിക്കുന്ന പരിശുദ്ധമാർന്ന ഖുർആൻ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യമലി നിവാസികളെ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, തന്റെ അടുക്കളയിൽ വാങ്ങി വെക്കുമ്പോ പരിശുദ്ധമാർന്ന ഖുർആനിലുമുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, ഈച്ചയെ കുറിച്ച് പറഞ്ഞു, പശുവെ കുറിച്ച് പറഞ്ഞു, എല്ലാം വിശദീകരിച്ചൊരു ബുക്ക്. എത്ര വലിയ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്, എത്ര വലിയ ബിഗ് ആയിട്ടുള്ള ബുക്കാണ് പരിശുദ്ധമാർന്ന ഖുർആൻ. അതുപോലും എതിർക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളകത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ മരിക്കേണ്ടവരല്ലേ, നമുക്ക് മരണമുണ്ടല്ലേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമാർന്ന ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്
ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഏതൊരു മനുഷ്യനും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമാർന്ന ഖുർആനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ തെറ്റുകളുടെ കൂമ്പാരം കൊണ്ട് അള്ളാഹു ഖബറിൽ ഏത് അസാബാണ് ഇറക്കുന്നത്? ഏത് അസാബിന്റെ ഭയാനകരമായ അസാബാണ് അള്ളാഹു ഇറക്കുന്നത്? ഏതൊരു മനുഷ്യനും ആരെന്നില്ല, ഏതൊരു മനുഷ്യനും ഏത് VIP ആയാലും, ഏത് സിനിമാ നടന്മാരായാലും നടിമാരായാലും ഏത് ജീവിയാലും അള്ളാഹു തആല മരണം കൊടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യമലി നിവാസികളെ, ചിന്തിച്ചു നോക്കിയേ. മനസ്സിന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കിയേ. നമ്മുടെ തെറ്റുകളുടെ കൂമ്പാരങ്ങളുടെ കലവറകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാ. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ മരിക്കാത്ത ഒരു ചിന്തയോടെ നമ്മൾ നടക്കുന്നു? ജനിച്ചു, തൊട്ടിലുണ്ട്, കട്ടിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആരുമില്ലാത്ത ഖബറിന്റെ ഉള്ളറയിലേക്ക് പോകേണ്ടവരല്ലേ? ആരുമില്ലാത്ത ഖബറിന്റെ ഉള്ളകത്തിലേക്ക് നമ്മൾ പോകേണ്ടവരല്ലേ? അല്ലാ, ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മുടെ ഖബർ പടച്ചതും വരാൻ വിശാലമാക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. ഹദീസ് എന്ത് പറഞ്ഞു? അതുപോലെ നമ്മൾ ചിന്തിക്കാതെ നടക്കുന്ന എൻ്റെ പൊന്നിമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എത്രയെത്രയോ അപകടങ്ങളല്ലേ ഉണ്ടാകുന്നത്? എത്രയെത്രയോ ഭയാനകരമായ അപകടങ്ങളല്ലേ ഉണ്ടാകുന്നത്? ഏത് നിമിഷം, ഏത് സമയത്ത്, ഏത് സന്ദർഭത്തില്, ഏത് മിനിറ്റില്, ഏത് സെക്കൻഡില്, ഏത് സ്ഥലത്ത്, എവിടെ മരിക്കുമെന്ന് അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്ക് പറയാൻ സാധിക്കുമോ? ആ ചിന്ത ഇന്ന് ലോക മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് ഈ ചിന്ത ലോക മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഔറത്ത് വെളിവാക്കാതെ നമ്മളെ നടക്കുമായിരുന്നു. തന്റെ ഒരു ഔറത്ത് പോലെ ഒരന്യ പുരുഷന് പോലും കാണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളില് നിസ്കരിക്കുന്ന നമസ്കരിക്കുന്ന പൊന്നുമ്മയാകുമായിരുന്നു. നമ്മുടെ അവസ്ഥ എന്താണ് ഉമ്മ? നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ, അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. എത്രയെത്രയോ സംഭവങ്ങള്, എത്രയെത്രയോ കാര്യങ്ങള് നമുക്ക് മറുപടിയായി തരികയല്ലേ ഉമ്മ? ഫാഷനല്ലേ വലുത്? ഡിസൈനല്ലേ വലുത്? അല്ലാഹുവിനെ വേണ്ട, പരിശുദ്ധമാർന്ന ഖുർആൻ വേണ്ട. പടച്ച തമ്പുരാനെ മറന്നു പോകുന്ന ആഡംബര കല്യാണങ്ങൾ ഉണ്ടായില്ലേ? ആഡംബര വാഹനം നമുക്ക് വേണ്ടേ? ആഡംബര മദ്യം നമുക്ക് വേണ്ടേ? ആഡംബര വീട് വേണ്ടേ? അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചോ, അങ്ങനെയുള്ളവർ സൂക്ഷിച്ചോ, അങ്ങനെയുള്ളവർ മനസ്സിലാക്കിക്കോ. അല്ലാഹു നമ്മയൊക്കെ ആരാണോ ആഡംബര കാർ വാങ്ങിയതെങ്കിൽ, ആഡംബര വീട് വാങ്ങി അതിന്റെ ഒരു റൂം നമ്മൾ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, മൗശറയിൽ അതിൽ ചുമന്നുകൊണ്ട് പോകേണ്ടിവരെ മനസ്സിലാക്കണേ സഹോദര, മനസ്സിലാക്കണേ സഹോദര. പരിശുദ്ധമാർന്ന ഖുർആനിന്റെ വചനങ്ങളെ മനസ്സിലാക്കണേ. ആർക്ക് വേണ്ടിയാണ് ആർഭാടം? ആർക്ക് വേണ്ടിയാ? എന്റെ പൊന്നമ്മമാരെ, ഏതാണ് പുതിയ പുത്തൻ മോഡൽ ഇറങ്ങിയത്? ഏതാണ് ഈ പെരുന്നാളിന് പോലെ ഏത് ഡ്രസ്സാണ് നമ്മൾ വാങ്ങുന്നത്? അല്ലാ, ഞങ്ങളെ ഉമ്മത്തിന് അല്ലാഹുവിന്റെ, അല്ലാഹുവേ ഹബീബിന്റെ ഉമ്മത്തിങ്ങൾ നീ നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുപെങ്ങന്മാരെ, പെരുന്നാൾക്ക് ഏത് വിധത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത്? ഔറത്ത് മറക്കാതെ, ഔറത്ത് വെളിവാക്കി പെരുന്നാൾ ആർഭാടമാക്കല്ലേ, പെരുന്നാൾ ആർഭാടമാക്കല്ലേ. ഇവിടെ ഏത് പാർക്കാണ് എനിക്കെന്നുള്ളതെന്നറിയില്ല. എൻ്റെ നാടിലായ കണ്ണൂരില് വിസ്മയ പാർക്കുണ്ട്, കൊച്ചിയിലുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളുടെ പാർക്കിലും പോയിക്കൊണ്ട് അന്യപുരുഷൻ കാണുന്ന ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വ്യഭിചാരിയാകല്ലേ ഉമ്മ, വ്യഭിചാരിയാകല്ലേ ഉമ്മ. ഔറത്ത് മറക്കാതെ അന്യപുരുഷന്റെ മുന്നിൽ തുള്ളിച്ചാടുമ്പോ നിന്റെ ഔറത്ത് അന്യപുരുഷന് വെളിവാക്കുമ്പോ ചിന്തി
ചിന്തിച്ചില്ല, ഖബർ ചിന്തിച്ചില്ല, മഹ്ശറ ചിന്തിച്ചില്ല, ഭയാനകരമായ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയില്ല, ഓരോ സന്ദർഭങ്ങളും നമ്മൾ മനസ്സിലാക്കിയില്ല. അല്ലാ, ഞങ്ങളെയൊക്കെ നീ കാക്കണേ അല്ലാ, നിന്റെ അദാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇങ്ങനെയുള്ള അസാബുകൾ ഇറങ്ങുമ്പോ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തലല്ലേ